Hi students, welcome back. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലോസ് ഓഫ് മോഷനിൽ നിന്ന് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് മാക്സിമം അല്ലെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബാങ്ക്ഡ് റോഡിനെ, അതുപോലെ തന്നെ എന്തുവരും കാർ മൂവിങ് അലോങ് എ ഹൊറിസോണ്ടൽ അല്ലെ ലെവൽഡ് റോഡ്, അതുപോലെ തന്നെ ബാങ്ക്ഡ് റോഡ്, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് പ്രോബ്ലം ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്, ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഹൊറിസോണ്ടൽ ലെവൽ റോഡില് എങ്ങനെയാണ് അല്ലെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എ പേഴ്സൺ ഡ്രൈവ്സ് എ കാർ അലോങ് എ സർക്കുലർ ട്രാക്ക് ഓൺ എ ലെവൽ ഗ്രൗണ്ട്. ലെവൽ ഗ്രൗണ്ട് ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവരും ബാങ്കിങ് ഇല്ലാത്ത ലെവൽ ഗ്രൗണ്ട് ആണ്. ഓക്കെ, derive an expression for the maximum safe speed. Safe speed കിട്ടുന്നതിന് വേണ്ടി മാക്സിമം സേഫ് സ്പീഡിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ആ ലെവൽ റോഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അല്ലെ, ലെവൽ റോഡ് നമ്മൾ വരച്ചു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു അല്ലെ ഹൊറിസോണ്ടൽ ട്രാക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ട്രാക്ക് നമ്മൾ കൺസിഡർ ചെയ്തു. ഈ ആ ട്രാക്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വെഹിക്കിൾ അല്ലെ, ലെവൽ റോഡാണ്, അവിടെ നമ്മൾ ഒരു വെഹിക്കിൾ അറേഞ്ച് ചെയ്തു. ഓക്കെ, വെഹിക്കിൾ അറേഞ്ച് ചെയ്താൽ ഈ വെഹിക്കിളിൽ ആക്ട് ചെയ്യാവുന്ന അല്ലെ ഫോഴ്സസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ വരുന്നത് വെയിറ്റ് ഓഫ് ദ ബോഡി വിച്ച് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ് അല്ലെ, വെയിറ്റ് ആണ്. ഈ ബോഡിയുടെ വെയിറ്റ് എങ്ങോട്ടായിരിക്കും, താഴേക്ക് ആക്ട് ചെയ്യുന്നത്. ആ വെയിറ്റ് എങ്ങനെയായിരിക്കാം, വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ടേക്കൺ ആസ് mg അല്ലെ, mg എന്ന് പറയുന്ന വെയിറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും, താഴേക്ക് ആക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യത്തെ ഫോഴ്സ് പറഞ്ഞു. ആദ്യത്തെ ഫോഴ്സ് ഏതാണ്, വെയിറ്റ് ഓഫ് ദ ബോഡിയാണ്. ഈ വെയിറ്റ് ഓഫ് ദ ബോഡിയെ എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യുന്നത് ആരാണ്? വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ബാലൻസ്ഡ് ബൈ ദ റിയാക്ഷൻ അല്ലെ. റിയാക്ഷണൽ ഫോഴ്സ് എപ്പോഴും എങ്ങനെയുണ്ട്, മേളിലേക്കുണ്ട് അല്ലെ. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ mg എന്ന് പറയുന്ന വെയിറ്റ്, അതുപോലെ തന്നെ റിയാക്ഷൻ അല്ലെ, ഇത് രണ്ടും കൂടെ എങ്ങനെയായിരിക്കും, ബാലൻസ്ഡ് ആണ് ഇവിടെ. ഓക്കെ, പിന്നെ നമുക്ക് ഉണ്ടാവുന്നത് എന്തുവരും, ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെ. ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും, ഫ്രിക്ഷണൽ ഫോഴ്സ് ബോഡിയുടെ മൂവ്മെന്റ് എങ്ങോട്ടാണോ ആ മൂവ്മെന്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ്. ഇനി ലോ ഓഫ് ഫ്രിക്ഷനിൽ നമ്മൾ പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെ. ലോ ഓഫ് ഫ്രിക്ഷനിൽ പറയുന്നത് എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ അല്ലെ എഫ് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് എഴുതി. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിയാക്ഷൻ ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിയാക്ഷൻ ആണ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു അല്ലെ, മ്യൂ ഇൻറ്റു ആർ എന്ന് എഴുതാം. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, കൈനറ്റിക് ഫ്രിക്ഷനെ വരുവുള്ളൂ, ബിക്കോസ് ബോഡി ഈസ് മൂവിങ് ആണ് അല്ലെ. ബോഡി റെസ്റ്റിലാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എടുക്കാം, മൂവിങ് ആണെങ്കിൽ എന്ത് എഴുതാം, കൈനറ്റിക് ഫ്രിക്ഷൻ എഴുതാം. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ ആണ് എന്തെന്ന് പറയാം, നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമുക്ക് ഇങ്ങനെയും എഴുതാലോ, ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ഇൻറ്റു ആർ. ആറിന് പകരം എന്ത് എഴുതാം, ആർ ഈസ് ബാലൻസ്ഡ് ബൈ mg ആണ് അല്ലെ. ആറിനെ ബാലൻസ് ചെയ്യുന്നത് mg എന്ന് പറയുന്ന ഫോഴ്സ് ആണ്. അപ്പൊ എന്ത് വരും, വെയിറ്റ് ഓഫ് ദ ബോഡി ആണ്. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മ്യൂ mg. ഓക്കെ ആണല്ലോ. ഇനി ഈ ഹൊറിസോണ്ടൽ ലെവൽ റോഡില് അല്ലെ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റോഡില് എങ്ങനെയായിരിക്കാം, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അവിടെ എന്തിനെ പ്രൊവൈഡ് ചെയ്യുക, സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എവിടുന്നാ വന്നത്, ഈ ബോഡി മൂവ് ചെയ്യുന്നത് സർക്കുലർ പാത്തിലാണ്. ഏതൊരു ബോഡിയും സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യണമെങ്കിൽ അല്ലെ, സർക്കുലർ റോഡിലാണ് അല്ലെ. അപ്പൊ എന്തുവരും, ഏതൊരു ബോഡിയും സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവാം, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവാം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, mv സ്ക്വയർ ഡിവൈഡഡ് ബൈ r ആണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു mv സ്ക്വയർ ബൈ r ആണ്. ഓക്കെ, ഇനി ഇവിടെ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സിനെ ആരാണ് പ്രൊവൈഡ് ചെയ്യുക, ഈ യൂണിഫോം സർക്കുലർ അല്ലെ. ഇവിടെ ബോഡി എന്ത് ചെയ്യാണ്, സർക്കുലർ പാത്തില്, അല്ലെങ്കിൽ ഈ വെഹിക്കിൾ എന്ത് ചെയ്യാണ്, സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാണ്. അപ്പൊ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ആ വെഹിക്കിളിന് നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സിനെ ആരാണ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക.
ഓക്കെ, അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ടുവേഴ്സ് ദ സെന്റർ അല്ലെ, ആ സർക്കുലർ പാത്തിന്റെ സെന്ററിലേക്കാണ് അല്ലെ. ആ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ ആരാണ് എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക, അല്ലെങ്കിൽ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സിനെ ആരാണ് പ്രൊവൈഡ് ചെയ്യുക? ബാലൻസ് ചെയ്യാന്നല്ല പറയണേ, നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ ആരാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? മ്യൂ ഇൻറ്റു എം ജി അല്ലെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അവിടെ എന്ത് ചെയ്യുക? സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ മ്യൂ ഇൻറ്റു എം ജി ആണ് എന്തിനെ പ്രൊവൈഡ് ചെയ്യുന്നത്? എം ബി സ്ക്വയർ ബൈ ആറിനെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എമ്മും എമ്മും എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ നിന്ന് റീഅറേഞ്ച് ചെയ്താൽ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? മ്യൂ ഇൻറ്റു ആർ അല്ലെ, ജിയുടെ അടുത്തേക്ക് വരും. അപ്പൊ ആർ ഇൻറ്റു ജി. അപ്പൊ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു മ്യൂ ആർ ജി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പൊ അവിടെ നിന്ന് എന്ത് എഴുതാം? ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. പല പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയാം അല്ലെ, മാക്സിമം സ്പീഡ് ഫോർ സേഫ് റണ്ണിങ് ഓൺ എ ലെവൽ റോഡ്. ഓക്കെ, ഒരു ലെവൽ റോഡില് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റോഡില് എന്താണ് മാക്സിമം വെലോസിറ്റി എത്രേ പറ്റുള്ളൂ? റൂട്ട് ഓഫ് മ്യൂ ആർ ജി. ഇനി ഈ വെലോസിറ്റിയേക്കാൾ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ വെഹിക്കിള് സ്കിഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സിനെ, സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ആ ബോഡിക്ക് നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ ആരാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് എം വി സ്ക്വയർ ബൈ ആർ ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നന്നായി മനസ്സിലാക്കിയിരിക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എം ജി അല്ലെ. എവിടെയാണെന്ന ക്ലിയർ ആണല്ലോ? ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്. രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം, ആ ഇക്വേഷൻ എഴുതുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മളോട് രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, വൈ ഡു വി ഗിവ് ബാങ്കിങ് ടു ദ കർവ്ഡ് റോഡ് അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? കർവ്ഡ് റോഡിലെ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഹൊറിസോണ്ടൽ സർക്കുലർ റോഡിൽ ഫ്രിക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ സ്കിഡിങ് അവോയ്ഡ് ചെയ്യാനായിട്ട് വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ റൂട്ട് ഓഫ് മ്യൂ ആർ ജി എന്ന് പറയുന്ന ആ സ്പീഡിലേ പോകാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ അവിടെ സ്പീഡിനെ എന്ത് ചെയ്തു? ലിമിറ്റ് ചെയ്തു അല്ലെ, അത്രയും സ്പീഡിനെ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു എന്ത് വരുന്നുണ്ട്? ലിമിറ്റേഷൻ അല്ലെ, സ്പീഡിന് ഉണ്ടാവുന്ന ആ ലിമിറ്റേഷൻ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന? ബാങ്കിങ് ഓഫ് റോഡ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ലെവൽ സർക്കുലർ റോഡിലാണെങ്കിൽ എന്താണ്? വെലോസിറ്റി ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ലിമിറ്റിംഗ് വെലോസിറ്റി എത്രയാണ്? വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി. ഇതിൽ കൂടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? സ്കിഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ലിമിറ്റേഷനെ എന്ത് ചെയ്യും? ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുക? ബാങ്കിങ് ഓഫ് കർവേച്ചർ കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? വൈ ഡു വി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ബാങ്കിങ് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോ ലിമിറ്റേഷൻസ് അല്ലെ, ഹൊറിസോണ്ടൽ സർക്കുലർ റോഡില് വെലോസിറ്റിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുക. ഇനി എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയാം? ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്നർ പോർഷൻ, സർക്കുലറിന്റെ ഉള്ളിലത്തെ പോർഷൻ ഉണ്ട്. ഇവിടെ എന്ത് വരുന്നുണ്ട്? ഔട്ടർ പോർഷൻ ഉണ്ട്. ഔട്ടർ പോർഷൻ ഓഫ് ദ റോഡ് ഈസ് റൈസ് എ സ്മോൾ എമൗണ്ട് ദാൻ ദാറ്റ് ഓഫ് ദി ഇന്നർ പോർഷൻ. ഇന്നർ പോർഷനേക്കാളും കുറച്ച് ഉയരത്തിലാണ് എന്ത് ചെയ്യുക അല്ലെ, വളരെ ചെറിയ കുറച്ച് ഉയരത്തിൽ നമ്മൾ ഉയർത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഔട്ടർ എഡ്ജ് എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് എന്തുവരും? സർക്കുലർ ആയിട്ടുള്ള റോഡെങ്കിൽ, ബാങ്ക്ഡ് ആയിട്ടുള്ള സർക്കുലർ റോഡാണ് ഇപ്പൊ വരച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയാം? ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് ഈസ് അല്ലെ റൈസ് എ സ്മോൾ എമൗണ്ട് ദാൻ ദാറ്റ് ഓഫ് ദി ഇന്നർ പോർഷൻ. ഇന്നർ പോർഷനെ ബേസ് ചെയ്തിട്ട്, ഇതിനെ ബേസ് ചെയ്തിട്ട് ഔട്ടർ പോർഷൻ പതുക്കെ ഒന്ന് ഉയർത്തി നിർമ്മിക്കും അല്ലെ. അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയാം? ബാങ്കിങ് ഓഫ് റോഡ്സ്. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പല കേസിലും അല്ലെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ബാങ്ക് റോഡ്സിന്റെ കേസിൽ എങ്ങനെയാണ്? അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ബാങ്കിങ് എന്നുള്ള കേസ് അതങ്ങനെ പറയാം. അപ്പൊ ബാങ്ക്ഡ് റോഡ്സിന്റെ കേസിൽ ഇപ്പൊ ഒരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ അല്ലെ, അപ്പൊ നമുക്ക് ഈ റോഡിൽ ഒരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ ആ വെഹിക്കിൾ എങ്ങനെയാണ് മൂവ് ചെയ്യുക? ഇവിടെ നമുക്കറിയാം വെയിറ്റ് ഓഫ് ദ ബോഡി എപ്പോഴും എങ്ങനെയുള്ളൂ? വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. അത് എപ്പോഴും ഓർത്തിരുന്നോണം. വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഇനി റിയാക്ഷൻ എങ്ങനെയാണ്? റിയാക്ഷൻ ഈസ് ആക്ടിങ് നോർമൽ ടു ദ ബോഡി. ബോഡിക്ക് നോർമൽ ആയിരിക്കും.
അപ്പൊ ഇവിടെ എങ്ങനെയാണ് നോർമൽ ടു ദ ബോഡി എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് റിയാക്ഷൻ. ഓക്കെ, ഇപ്പൊ ആറും എം ജിയും തമ്മിൽ ബാലൻസ്ഡ് ആണോ? അല്ല, അല്ലെ? റിയാക്ഷൻ ഇങ്ങനെ എന്ത് ചെയ്യുക, സ്ലാൻഡ് ചെയ്ത് കിടക്കാണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആറിനെ റിസോൾവ് ചെയ്യാം, അല്ലെ? റിയാക്ഷനെ നമുക്കൊന്ന് റിസോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ റിയാക്ഷനെ റിസോൾവ് ചെയ്താൽ നമുക്കറിയാം ഈ ആംഗിൾ ആണ് തീറ്റ എങ്കിൽ ഇവിടെ വരുന്ന ആംഗിളും എത്ര തന്നെയായിരിക്കും? തീറ്റ തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ എത്രയായിട്ട് വരും? ആർ കോസ് തീറ്റ. ഓക്കെ, ആർ കോസ് തീറ്റ. ഇനി രണ്ട് കോമ്പണന്റ് ആയിട്ടല്ലേ റിസോൾവ് ചെയ്യാം. അപ്പൊ അടുത്തത് ഇങ്ങോട്ടാണ് കിടക്കുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? ആർ സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ ഫ്രിക്ഷൻ ഇല്ല എന്ന് വിചാരിച്ചോളൂ. ബാങ്ക് ചെയ്തു, അവിടെ ഫ്രിക്ഷൻ ഇല്ലാത്ത റോഡ് ആണെങ്കിൽ, അല്ലെ, ഫ്രിക്ഷൻ ഉള്ള റോഡ്, രണ്ട് കേസും ഉണ്ട്. ഫ്രിക്ഷൻ ഇല്ലാത്ത കേസ് ആണെങ്കിൽ ആർ കോസ് തീറ്റ ഈസ് ബാലൻസ്ഡ് ബൈ, ആർ കോസ് തീറ്റയെ ബാലൻസ് ചെയ്യുന്നത് ആരാണ്? ആർ കോസ് തീറ്റ ഈസ് ബാലൻസ്ഡ് ബൈ ദ വെയിറ്റ് ഓഫ് ദ ബോഡി എം ജി. ഓക്കെ, ഇനി ആർ സൈൻ തീറ്റ ഈസ് ബാലൻസ്ഡ് ബൈ, അല്ലെങ്കിൽ അല്ലെ, ആർ സൈൻ തീറ്റയെ ആരാണ് ബാലൻസ് ചെയ്യുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ്, അല്ലെങ്കിൽ ആർ സൈൻ തീറ്റ ഈസ് പ്രൊവൈഡഡ് ബൈ, അല്ലെ, പ്രൊവൈഡഡ് ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്, അല്ലെ, സെൻട്രിപെറ്റൽ ഫോഴ്സിന് പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോ ആർ കോസ് തീറ്റ ഈസ് ബാലൻസ്ഡ് ബൈ ദ വെയിറ്റ് ഓഫ് ദ ബോഡി. ഇനി സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സെൻട്രിപെറ്റൽ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ആർ സൈൻ തീറ്റ കോമ്പണന്റ്. ആർ സൈൻ തീറ്റ കോമ്പണന്റ് ആണ് നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആർ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ, ആർ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം ജി. ഇനി രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, അല്ലെ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എം ക്യാൻസൽ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ജി എന്ന് വരും. ഓക്കെ, അപ്പൊ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ജി. ഓക്കെ, അവിടെ നിന്ന് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ. ഓക്കെ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ. ദെൻ വി ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. അപ്പോ ഇൻ ദ കേസ് ഓഫ് ബാങ്ക് റോഡ്, അല്ലെ, ബാങ്ക്ഡ് ആയിട്ടുള്ള റോഡിന്റെ കേസിൽ നമുക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്ന് കിട്ടും. ഇത് മിക്കവാറും നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്നുള്ളത്. അതെങ്ങനെയാ കിട്ടുന്നതെന്നുള്ള കേസ് പഠിച്ചിരിക്കാം. അതുപോലെ തന്നെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? സൈക്കിളിൽ, ഒരു ബാങ്ക് റോഡിൽ കൂടെ സൈക്കിളിൽ പോകുമ്പോൾ എത്ര ആംഗിൾ ഓഫ് ലീനിങ് വേണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ അവിടെ എന്ത് ചെയ്താൽ മതി? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ജി എന്നുള്ള കേസ് എടുക്കാം. ഓക്കെ, ഇപ്പോ ഇഫ് തീറ്റ ഈസ് ലെസ് ദാൻ 5 ഡിഗ്രി, ചിലപ്പോ ആംഗിൾ ഓഫ് ലീനിങ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് നമ്മളോട് പ്രോബ്ലം ചെയ്യാനായിട്ട് പറയാം. 5 ഡിഗ്രിയിൽ ലെസ് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ടാൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റഡ് ടു, അല്ലെ, തീറ്റ വളരെ ചെറുതാണെങ്കിൽ ടാൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റഡ് ടു തീറ്റ എന്നാണ് എടുക്കുക, അല്ലെ? ആംഗിൾ സ്മോൾ ആണെങ്കിൽ, തീറ്റ സ്മോൾ ആണെങ്കിൽ തീറ്റ ഈസ് സ്മോൾ, ടാൻ തീറ്റ ഈസ് ടേക്കൺ ആസ്, ടാൻ തീറ്റ എന്തായിട്ട് എടുക്കുക? ടാൻ തീറ്റ ഈസ് ടേക്കൺ ആസ് തീറ്റ. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ജി എന്നുള്ള കേസ്. ഈ തീറ്റ വളരെ ചെറുതെന്ന് പറഞ്ഞ ഒരു 5 ഡിഗ്രിയിലൊക്കെ ചെറുതായിട്ട് വരണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അല്ലെ, തീറ്റ എന്ന് പറയുന്ന ആ വാല്യൂ ഇട്ട് തന്നെ കൊടുക്കാം. വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ജി എന്നുള്ള ഇക്വേഷൻ ഇട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ രണ്ട് കേസ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ എന്തുവരും? ഹൊറിസോണ്ടൽ ലെവൽ റോഡ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഹൊറിസോണ്ടൽ ലെവൽ റോഡ് ആണ്. അതിന്റെ ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ക്വസ്റ്റ്യൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലംസും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്, അല്ലെ, ഇതും ചോദിച്ചുകൂടാന്നില്ല, ഡെറിവേഷൻ അല്ലെ ആയിട്ട് ചോദിക്കാം എന്നേ ഉള്ളൂ. അതെന്തായിട്ട് വരും? ബാങ്ക്ഡ് റോഡാണ്, ബാങ്ക്ഡ് ഫ്രിക്ഷൻലെസ് റോഡാണ്. ഈ കേസ് എങ്ങനെയാണ്? ബാങ്ക്ഡ് ഫ്രിക്ഷൻലെസ് റോഡിന്റെ കേസിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ജി ആണ് വരിക. അപ്പൊ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. പ്രോബ്ലം ചെയ്യാനായിട്ടും ഇത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ബാങ്കിങ്ങിന്റെ ഇമ്പോർട്ടൻസും എല്ലാ കാര്യങ്ങളും ഒന്ന് നന്നായി മനസ്സിലാക്കി വെക്കുക, അല്ലെ? വെലോസിറ്റി ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ഹൊറിസോണ്ടൽ ലെവൽ റോഡ് ആണെങ്കിൽ.
ആ ലിമിറ്റ് ചെയ്തിരിക്കുന്ന വെലോസിറ്റിയെ അല്ലെ, ഒരു വെലോസിറ്റി എപ്പോഴും എന്ത് ലിമിറ്റ് ചെയ്തേക്കാണ്, ആ ലിമിറ്റ് ചെയ്യുന്ന വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കിഡ് ആവും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാങ്കിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ട് കേസാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്ത്, ഹൊറിസോണ്ടൽ റോഡിന്റെ കേസും പറഞ്ഞു, അതുപോലെ തന്നെ ബാങ്ക് റോഡിന്റെ കേസും പറഞ്ഞു അല്ലെ, ഫ്രിക്ഷൻലെസ് ബാങ്ക് റോഡ്. ഇനി ഫ്രിക്ഷണൽ ബാങ്ക് റോഡ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അല്ലെ, അതും എപ്പോഴും ചോദിക്കുന്ന കേസ് തന്നെയാണ്, പല പ്രാവശ്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫ്രിക്ഷണൽ ആയിട്ടുള്ള റോഡ് ആണെങ്കിൽ അല്ലെ, ഫ്രിക്ഷണൽ റോഡ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരാം? അതെ, ഞാൻ സർക്കുലർ റോഡ് വരച്ചു, ബാങ്ക് റോഡാണ്, ഫ്രിക്ഷണൽ ബാങ്ക് റോഡാണ്. അപ്പൊ ദേ കണ്ടോ, ഫ്രിക്ഷണൽ ആയിട്ടുള്ള കേസാണ് നമ്മൾ പറയുന്നത്. ഒരു വെഹിക്കിൾ ആദ്യം തന്നെ വരയ്ക്കാം. ഓക്കെ, ഇവിടെ ഏതൊക്കെ ഫോഴ്സ് ആണ് അല്ലെ, ആംഗിൾ തീറ്റയാണ്, ഏതൊക്കെ ഫോഴ്സസ് ആണ് ഇവിടെ ആക്ട് ചെയ്യുക? നമുക്കറിയാം അല്ലെ, വെയിറ്റ് ഓഫ് ദ ബോഡി വിച്ച് ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അപ്പൊ അത് ഫസ്റ്റ് വൺ, വെയിറ്റ് ഓഫ് ദ ബോഡി വിച്ച് ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. റിയാക്ഷൻ വിച്ച് ഈസ് ആക്ടിങ് നോർമൽ ടു ദ ബോഡി, ബോഡിക്ക് നോർമൽ ആയിട്ടാണ് റിയാക്ഷൻ. അപ്പൊ ആർ എന്ന് പറയുന്ന റിയാക്ഷൻ വിച്ച് ഈസ് ആക്ടിങ് നോർമൽ ടു ദി ബോഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം അല്ലെ, വെയിറ്റിന് ഇപ്പൊ റിയാക്ഷനും വെയിറ്റും തമ്മിൽ ബാലൻസ്ഡ് ആണോ? അല്ല. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം, റിയാക്ഷനെ നമുക്ക് റിസോൾവ് ചെയ്യാം. റിയാക്ഷൻ ഈസ് റിസോൾവ്ഡ് ഇൻടു ടു കോമ്പണന്റ്സ്. ഏതൊക്കെയായിട്ടാ വരിക? ആർ കോസ് തീറ്റ അല്ലെ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെ വരുള്ളൂ, തീറ്റ അല്ലെ, കാരണം ഒക്കെ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ആർ കോസ് തീറ്റ, ഇവിടെ എന്തായിട്ട് വരും, ആർ സൈൻ തീറ്റ. ഓക്കെ, ഇനി നമുക്കറിയാം എന്താണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ടുവേഴ്സ് ദ സെന്റർ ഓഫ് ദി കർവ് അല്ലെ, കർവ്ഡ് റോഡിന്റെ സെന്ററിലേക്കാണ്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ ഉണ്ട്, mv² ഡിവൈഡ് ബൈ ആർ. വീണ്ടും നമുക്കറിയാം ഇവിടെ എന്തും കൂടെ തന്നിട്ടുണ്ട്, ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഫ്രിക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ റോഡിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടയറിനും റോഡിനും ആ ഇടയ്ക്കുള്ള ആ പൊസിഷനിലാണ് അല്ലെ, ടാൻജന്റ് ആയിട്ടാണ്. അപ്പൊ അവിടെയാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് Fs നമ്മൾ എടുത്തു. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതൊരു സ്ലാൻഡിങ് ആയിട്ടാണല്ലോ കിടക്കുന്നത്. സോ അതിനെ നമുക്ക് എന്താണ്, രണ്ടായിട്ട് റിസോൾവ് ചെയ്തു. ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഇവിടെ എന്തായിട്ട് വരുള്ളൂ, തീറ്റ കോമ്പണന്റേ വരുള്ളൂ. അപ്പോ Fs കോസ് തീറ്റ വന്നു, ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെ, കോസ് തീറ്റ ഇവിടെ വന്നു, അതുപോലെ തന്നെ F സൈൻ തീറ്റ. ഫ്രിക്ഷണൽ ഫോഴ്സ് F എന്നെടുത്തു, ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ രണ്ട് കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്തു, F കോസ് തീറ്റ ആൻഡ് F സൈൻ തീറ്റ. ഓക്കെ, അപ്പൊ ആ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒന്നുമില്ല, അതെല്ലാം തമ്മിൽ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്ത് വരും, ആർ കോസ് തീറ്റ എന്ന് പറയുന്ന ഫോഴ്സ് മേളിലേക്കാണ്, ആർ കോസ് തീറ്റ മേളിലേക്ക്, എഫ് സൈൻ തീറ്റ എം ജി എങ്ങോട്ടാണ്, താഴേക്കാണ് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് എഴുതാം ആർ കോസ് തീറ്റ ഈക്വൽ ടു അല്ലെ, ആർ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ. ഓക്കെ, ഇനി നമുക്ക് എന്താ എഴുതേണ്ടത്, അപ്പോ ആർ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ എന്ന് എഴുതി. അവിടെ നിന്ന് എം ജി എന്താണെന്ന് നമുക്ക് എഴുതാം. എം ജി ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ അല്ലെ. എഫ് സൈൻ തീറ്റ നമ്മൾ ആർ കോസ് തീറ്റയുടെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ആർ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എം ജി. ഓക്കെ, രണ്ടാമത് ഇനി നമുക്ക് അറിയേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സിനെ അല്ലെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരൊക്കെ കൂടിയാണ്, എഫ് കോസ് തീറ്റ ആൻഡ് ആർ സൈൻ തീറ്റ രണ്ടും കൂടെയാണ് അല്ലെ. ആർ സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയും സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് mv² ഡിവൈഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ പ്ലസ് ആർ സൈൻ തീറ്റ. ഓക്കെ, രണ്ട് ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. ദിസ് വൺ ഈസ് ഇക്വേഷൻ നമ്പർ 1 അല്ലെ. 2/1 ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും, mv² ഡിവൈഡഡ് ബൈ ആർ
ഡിവൈഡ് ബൈ എം ജി ആണ്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ എഴുതാണ് mv²/r/mg അല്ലെ. എമ്മും ക്യാൻസൽ ആയി പോയി. ഇവിടെ v²/rg വരും. ഈക്വൽ ടു ഇവിടെ എന്തായിട്ട് എഴുതാം? f cos θ plus r sin θ divided by r cos θ minus f sin θ. ഓക്കെ, അപ്പൊ നമുക്ക് v²/rg is equal to നമുക്ക് എന്ത് കിട്ടി അല്ലെ? ഇക്വേഷൻ നമ്പർ 2 ബൈ ഇക്വേഷൻ നമ്പർ 1 ചെയ്തു എന്നേ ഉള്ളൂ. അത് ചെയ്തപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെയായിട്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് അല്ലെ, ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ആർ കോസ് തീറ്റ. ആർ കോസ് തീറ്റ വെച്ചിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഏത് വെച്ചിട്ടാണ്? ആർ കോസ് തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്തായിട്ട് എഴുതാം? എഫ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ കോസ് തീറ്റ അല്ലെ ഫസ്റ്റ് ടേം, പ്ലസ് ആർ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ കോസ് തീറ്റ divided by r cos theta divided by r cos theta minus f sin theta divided by r cos theta. ചെയ്യാം. അപ്പോ എന്ത് ചെയ്യാം? cos theta ക്യാൻസൽ ആയി പോയി. ഇവിടെ r ക്യാൻസൽ ആയി പോയി. ഇവിടെ r cos theta ക്യാൻസൽ ആയി പോയി അല്ലെ. ഓക്കെ, അപ്പൊ ഇനി ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് എഴുതാം അല്ലെ. v²/rg ഈക്വൽ ടു f/r അല്ലെ, f/r പ്ലസ് sin θ cos θ. sin θ cos θ tan θ ആണ്. അപ്പൊ tan θ ഡിവൈഡഡ് ബൈ അല്ലെ, ഇവിടെ 1 ഉള്ളൂ. അപ്പൊ 1 മൈനസ് f/r ഉണ്ട്, sin θ cos θ tan θ ഉണ്ട്. അപ്പോ f/r into tan θ. ഓക്കെ, അപ്പൊ v²/rg യുടെ ഇക്വേഷനിലേക്ക് എത്തി. v²/rg is equal to f/r plus tan θ divided by 1 minus f/r tan θ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അറിയാവുന്ന കേസാണ് ഫ്രിക്ഷന്റെ കേസ്. Frictional force is directly proportional to reaction ആണ് അല്ലെ. Frictional force is directly proportional to reaction. Therefore, friction is equal to അല്ലെ mu into r. Then f/r is equal to എന്തെന്ന് എഴുതാം? f/r is equal to mu അല്ലെ. f/r ന് പകരം നമുക്ക് എന്തും കൂടെ കൊടുക്കാം അല്ലെ, coefficient of friction കൊടുക്കാം. അപ്പൊ f/r ന് പകരം mu ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ. അപ്പൊ mu ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ v² divided by rg is equal to അല്ലെ, v² divided by rg equal to mu plus tan theta divided by 1 minus f/r ന് പകരം mu കൊടുക്കുകയാണ്, mu tan theta. നമ്മുടെ ഇക്വേഷൻ ആയി. ഇവിടെ നിന്ന് ഇനി എന്ത് ചെയ്താൽ മതി? v²ന്റെ ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതാം. അപ്പൊ v² is equal to അല്ലെ, v² equal to rg into mu plus tan theta divided by 1 minus mu tan theta. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എഴുതാം. അപ്പൊ v is equal to എന്ത് എഴുതാം? റൂട്ട് ഓഫ് അല്ലെ, റൂട്ട് ഓഫ് rg into mu plus tan theta divided by 1 minus mu tan theta. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് അല്ലെ. വലിയൊരു ഇക്വേഷൻ കാണുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ റിയാക്ഷൻ ആറിനെ രണ്ടായിട്ട് നമ്മൾ റിസോൾവ് ചെയ്തു. r cos θ, r sin θ. പിന്നെ അവിടെ ഫ്രിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്തു. f cos θ, f sin θ. ഓക്കെ, ഇപ്പൊ താഴേക്ക് കിടക്കുന്നത് രണ്ടും എന്താണ്? f sin θയും അതുപോലെ തന്നെ mg ആണ്. ഇതിനെ ബാലൻസ് ചെയ്യുന്നത് ആരാണ്? r cos θ. അപ്പൊ r cos θ is equal to f sin θ plus mg എഴുതാവുന്നതല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി r sin θയും f cos θയും ഏത് ഡയറക്ഷനിലാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടിയാണ് എന്ത് ചെയ്യുക? സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ r sin θ plus f cos θ is equal to സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് എഴുതാം അല്ലെ. ഇനി എന്ത് ചെയ്യുക? രണ്ടും നമ്മൾ mg യുടെ ഇക്വേഷൻ ആയിട്ട് എടുത്ത് എഴുതാം. mv²/r ന്റെ ഇക്വേഷൻ എഴുതാം
അല്ലെ സെക്കൻഡ് ഇക്വേഷൻ ബൈ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്തു വി സ്ക്വയർ ബൈ ആർ ജി എന്ന് കിട്ടി. ഇനി ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് എന്ത് ചെയ്തു ആർ കോസ് തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്തു. ആർ കോസ് തീറ്റ എന്ന് പറയുന്ന ടേം വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും ക്യാൻസൽ ചെയ്ത് പോവാവുന്നതിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വി സ്ക്വയർ ബൈ ആർ ജിയുടെ ഇക്വേഷനിലേക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി അവിടെ എന്ത് ചെയ്യാം വി സ്ക്വയർ ബൈ ആർ ജി എന്ന് പറയുന്ന ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു അല്ലെ എഫ് ബൈ ആറിന് പകരം മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വി സ്ക്വയറിന്റെ വാല്യൂ എഴുതി. ഇനി നമുക്ക് എന്ത് എഴുതാം വിയുടെ വാല്യൂ എഴുതാം. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. 3 ഇക്വേഷൻസ് ആണെന്ന് നമ്മൾ പഠിച്ചത്. നമ്മൾ പഠിച്ച 3 ഇക്വേഷൻസ് ഇതൊക്കെയാണ് അല്ലെ. വെലോസിറ്റി v is equal to root of ഏതായിട്ട് വരും മ്യൂ ആർ ജി. ഇത് ലെവൽ റോഡ് ആണെങ്കിൽ വെലോസിറ്റി v is equal to root of ആർ ജി ടാൻ തീറ്റ എന്ന് പറയുന്നത് ഫ്രിക്ഷൻലെസ് ബാങ്ക്ഡ് റോഡ് ആണെങ്കിൽ, ഫ്രിക്ഷണൽ ബാങ്ക്ഡ് റോഡ് ആണെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ, മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഓക്കെ, ഇത് നമ്മൾ പല പ്രാവശ്യം എന്തുവരും എക്സാമിന് പ്രോബ്ലം ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലം ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. വെലോസിറ്റി v is equal to root of ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റും ഈ ചാപ്റ്ററിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ് സർക്കുലർ റോഡിന്റെ കേസ്. ഓക്കെ, 3 കേസും പ്രോബ്ലം ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഡെറിവേഷൻ ആയിട്ടും ചോദിക്കാവുന്ന കേസാണ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിച്ചിരിക്കാം. I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.